ഏറ്റുമാനൂരിൽ പുലർച്ചെ പള്ളിയിലേക്ക് പോയ വയോധികമാരെ ചെറുവാണ്ടൂരിൽ വെച്ച് ആക്രമിച്ച 4 പവൻ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലെ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് ഏറ്റുമാനൂർ പോലീസ്. തിരുവനന്തപുരം കഴക്കൂട്ടം പാങ്ങപ്പാറ ശങ്കരനിലയത്തിൽ രതീഷ് ചന്ദ്രൻ, പരുമല കുളത്തുമലയിൽ KV രവീന്ദ്രൻ, കടപ്രമലയിൽ തെക്കേതിൽ ശിവപ്രസാദ്, കടപ്രമലയിൽ വടക്കേതിൽ സോമേഷ് കുമാർ, കോട്ടയം അയർക്കുന്നം തൈപ്പറമ്പിൽ എബ്രഹാം മാത്യു എന്നിവരെയാണ് ഏറ്റുമാനൂർ പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച രാവിലെ 6:15 സംഭവം. ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലേക്ക് നടന്നു പോകുകയായിരുന്ന ഗ്രേസി ജോസഫ്, ബന്ധുവായ ലിസി എന്നിവരെയാണ് കാറിലെത്തിയ മോഷ്ടാക്കൾ ആക്രമിച്ചത്. ഗ്രേസിയുടെ 4 പവൻ സ്വർണ്ണമാലയാണ് മോഷ്ടാക്കൾ കവർന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള നീല നിറത്തിലുള്ള മാരുതി കാറിലെത്തിയ 4 പേരാണ് കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് പോലീസിന് മനസ്സിലായി. ഏറ്റുമാനൂർ SHO ശ്യാം, SI അഖിൽദേവ്, SI തോമസ് ജോസഫ്, ASI ഗിരീഷ് കുമാർ, SCPOമാരായ ജോമി, സുനിൽ കുര്യൻ, SPOമാരായ സാബു, അനീഷ്, അജിത്, അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അക്രമികൾ സഞ്ചരിച്ച കാറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും പോലീസ് പ്രതികളിലേക്ക് എത്തുകയുമായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും സുഹൃത്തുക്കളുമായ പ്രതികൾ ആസൂത്രിതമായി തയ്യാറാക്കിയ മോഷണ ശ്രമങ്ങളുടെ ഒടുക്കമാണ് ഏറ്റുമാനൂർ ബൈപ്പാസിൽ വെളുപ്പിന് പള്ളിയിലേക്ക് നടന്നുപോയ സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടുള്ള മോഷണം. ആസൂത്രണം ചെയ്തതിൻ പ്രകാരം തമിഴ്നാട്ടിൽ പഴനി, മധുര, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലെ മോഷണ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സംഘം തിരികെ കേരളത്തിലേക്ക് വന്നത്. ശാസ്ത്രീയവും വിശ്രമരഹിതവുമായ അന്വേഷണത്തിലൂടെ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്നീ 4 ജില്ലകളിൽ നിന്നായി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മോഷണം മുതൽ വിൽക്കുവാൻ സഹായിച്ച 5ാം പ്രതിയും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.